ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ സ്കിന്നിൽ പിഗ്മെൻറ്റഡ് ആയിട്ടും ടാൻ അടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറി ഫുൾ സ്കിന്നൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അധികം വൈകാണ്ട് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുക്കുക. അത് എന്നിട്ട് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കുക. അപ്പോൾ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് ചായപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് കോഫി പൗഡറാണ് ആഡ് ചെയ്യേണ്ടത്. അത് നന്നായിട്ട് തിളച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളമാക്കി നമ്മൾ ചുരുക്കിയെടുക്കുക. എന്നിട്ട് ആ ഒരു മിക്സിലേക്ക് ഞാൻ ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് റിമൂവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കുറച്ച് ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു പാക്ക് ആക്കിയത്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നമുക്ക് തിക്കായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഗോതമ്പ് പൊടി ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പം ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ഇട്ട് ഫേസ് ഒന്ന് കഴുകി വന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്ക്രബ്ബർ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ക്രബ്ബർ ഉണ്ടാക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് കോഫി പൗഡറാണ്. അതിലേക്ക് കുറച്ച് ഫൈൻ പൗഡറായിട്ടുള്ള പഞ്ചസാരയും പിന്നെ ലെമൺ ജ്യൂസും ആണ് ആഡ് ചെയ്തത്. ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ഈ ഒരു സ്ക്രബിങ് നമ്മളെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനൊക്കെ നമുക്കിത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമ്മളെ സ്കിന്നൊന്ന് ഇൻസ്റ്റൻ്റായിട്ട് വൈറ്റൻ ചെയ്യാനും ഈ ഒരു സ്ക്രബ്ബർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു സ്ക്രബ്ബർ തന്നെ നമുക്ക് ലിപ്പിലും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജിങ് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സ്ക്രബ്ബർ ഞാൻ എൻ്റെ ഫേസിൽ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജിങ് കൊടുക്കുന്നുണ്ട്. ഇത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനും പിന്നെ നമ്മളെ സ്കിന്ന് സോഫ്റ്റൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു ഭാഗങ്ങളിൽ, അതായത് നമ്മൾ മൂക്കിൻ്റെ മുകളിൽ, മൂക്കിൻ്റെ സൈഡിൽ, ആ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒന്ന് മസാജിങ് കൊടുക്കുക. അങ്ങനെ ആകുമ്പം അവിടുത്തെ സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഈ ഒരു സ്ക്രബ്ബർ നമ്മൾ കൂടുതൽ ഫോഴ്സ് ചെയ്ത് അങ്ങനെ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനല്ല, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ഒരു സോഫ്റ്റായിട്ട് മസാജിങ് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഒരു 5 മിനിറ്റ്സ് ഒന്ന് ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനതൊന്ന് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഫേസിൽ തടവി കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് തന്നെ മസാജിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മസാജിങ് കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ നമ്മൾ ആ ഒരു പാക്ക് നമ്മൾ ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സ്ക്രബ്ബർ ഞാൻ ഫേസിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്യാണ്. അതായത് നമ്മൾ സ്കിന്നിൽ ഒരു സ്ട്രെസ്സും കൊടുക്കാണ്ട് വേണം നമ്മൾ ഈ ഒരു ഫേസ് പാക്കോ സ്ക്രബ്ബറോ എന്തായാലും നമ്മൾ റിമൂവ് ചെയ്ത് കളയാൻ. ഇപ്പോൾ ഞാൻ ആ സ്ക്രബ്ബർ ഫുള്ളൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റും. നന്നായിട്ട് നമ്മളെ സ്കിന്ന് സോഫ്റ്റൻ ആവും, പിന്നെ ഒന്ന് ലൈറ്റനും ആവും. വളരെ നല്ലൊരു സ്ക്രബ്ബറാണിത്. കാരണം നമ്മൾ ഫുള്ള് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ളത് ഒക്കെ നമ്മളെ സ്കിന്ന് ക്ലിയർ ആവാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ അലർജി ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്ത് നോക്കാം. കാരണം ഇതിൽ ചെറുനാരങ്ങ നീര് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ സ്കിന്നിനും സൂട്ടാവണമെന്നില്ല. സോ ആര് ഈ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്യുകയാണെങ്കിലും ഒന്ന് അലർജി ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്തിട്ടേ നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഈ സ്ക്രബിങ് കഴിഞ്ഞാൽ തന്നെ നമ്മളെ സ്കിന്നൊന്ന് ലൈറ്റൻ ആവും കേട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫേസ് പാക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഫേസ് പാക്ക് ഉണ്ടാക്കിയ രീതികളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഫേസ് പാക്ക് എൻ്റെ ഫേസിൽ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ സ്കിന്നിലേക്ക് ഒരു സ്ട്രെസ്സും കൊടുക്കാത്ത രീതിയിൽ വളരെ സോഫ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നും, അങ്ങനെയൊന്നല്ല കേട്ടോ. ഇതിൽ അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പ് കുറച്ച് സ്പീഡി ആയിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഈ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എന്ത് കാര്യം നമ്മൾ ഫേസിൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് മസ്റ്റായിട്ടും കഴുത്തിലും ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ഫുൾ എൻ്റെ കഴുത്തിലും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് വേണമെങ്കിൽ കയ്യിലും കഴുത്തിലും കാലിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അത് ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇപ്പോൾ അതാ ഞാനിത് ഫുള്ള് ഞാൻ എൻ്റെ ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഒരു ഡ്രൈ ആവുന്ന വരെ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. എൻ്റെ കഴുത്തിലും നെറ്റിയിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഫേസ് പാക്കിന് ഇനി റിമൂവ് ചെയ്യണം. അതിന് ഞാൻ നോർമൽ വാട്ടറാണ് എടുക്കുന്നത്. അപ്പോൾ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഫേസ് പാക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. കാരണം ഞാനിത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്.
ഇനിയിപ്പോൾ ഇങ്ങനെയല്ല കുറച്ചും കൂടെ തിക്കായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ എക്സ്ട്രാ ഗോതമ്പ് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര തിക്കായിട്ട് നിന്നോളും. പക്ഷേ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ ഓവറായിട്ട് അങ്ങനെ ആണെങ്കിൽ ഡ്രൈ ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ കഴുത്തിലും കൂടി ഒന്ന് റിമൂവ് ചെയ്തിട്ട് വരാം. ഇപ്പോഴേ ഞാൻ ഫുള്ള് റിമൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. റിമൂവ് ചെയ്ത് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മുടെ സ്കിൻ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആവും കേട്ടോ. എന്തായാലും നമ്മളെ സ്കിന്നൊന്ന് ക്ലിയർ ആവും, ഷുവറാണ്. അപ്പോൾ അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് തന്നെ ആട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷുവറായിട്ട് നന്നായിട്ട് സ്കിന്ന് ചേഞ്ച് ഉണ്ടാവും, ഉറപ്പാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. ഇത് നമുക്ക് വീക്കിലി 3 ടൈംസ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മളിതിന് സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസ് നമ്മളിതിൽ ആഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീക്കിലി 3 ടൈംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിതെൻ്റെ കണ്ണിന് ചുറ്റും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ക്ലിയർ സ്കിൻ ആവാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ പേര് ഉമ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കേട്ടോ, ബൈ ബൈ ഉമ്മ.